തന്നുടെ ശൂദ്രകൾക്കും മറ്റും അങ്ങനെ വേണ്ടുന്നവയതും നൽകി തരുണിമാറുണ്ടായ മോദേന മാധവൻ തരുടെ മാധുര്യവാക്യകടാക്ഷഹാസങ്ങളും മാധുര്യശീല വിലാസസാരസ്യവും മന്മധരൂപം ജയിക്കും ശരീരവും നിർമ്മല ശോഭയും കണ്ടു മദനമാൽ പാരം വളർന്നു മുകുന്ദകാന്താജനം ധീരത വിട്ടു തന്നെത്താൻ മറന്നിട്ട് ഉന്മത്ത വാക്കുകൾ ഓരോന്ന് ചൊല്ലിനാൻ നന്മയോട് ഓരോതരം ഓരോ ഏവരും കാമലീലാവിലാസഭ്രമവാക്കുകൾ കാമരിമാർ പറഞ്ഞേറ്റെന്റെ മിച്ചിതു മാറുപത്നിമാർ സംഭ്രമവാക്കുകൾ ബോധിപ്പതിന് സന്ദേഹമുണ്ടായവരും കാമവികാരത്തിൽ അന്യമറിയാറ് കാമനിമാർക്കോ പറയേണ്ടതില്ലല്ലോ. കാമനുകൂലമായുള്ള മുകുന്ദന്റെ കോമളാംഗത്തിന് വിശേഷങ്ങൾ കേൾക്കുന്നു. നാരിമാർക്കുള്ളിൽ മധുരമായ ഭക്തിയും ഭാരം ഉണ്ടാകുന്നു എന്നങ്ങിരിക്കുമ്പോൾ സർവരാ കണ്ടുപോ വസിപ്പവർക്ക് ഇത്തരം സർവഭ്രാന്തി ഉണ്ടായതെന്ന് അത്ഭുതം. സർവ ആത്മകണ്ഠന്റെ കാന്തമാരാമോർ സർവദാ ജാഗ്രതസുപ്രാദ്യവസ്ഥയിൽ മാധവനോട് ചിത്തരമിപ്പിച്ചിട്ട് ബാധകന്യെ സുഖിച്ചാരെന്നതേ വേണ്ടു. ലോകരക്ഷാപതി സർവേശനച്യുതൻ ഏകലഖണ്ഡമാൻ ജ്യോതിർമയൻ സ്വയം കാന്തരെന്നോർത്തു സദാപാദസേവയാ തപശുദ്ധി യോഗ വിശേഷങ്ങൾ ചെയ്ത് ചിന്തിക്കില്ലെന്ന് ചൊല്ലാവരും സർവാത്മകി നാനാജന രക്ഷ സർവശിക്ഷ സർവധർമ്മങ്ങളും ചെയ്ത് സർവസൗഖ്യേന വസിച്ചു മുകുന്ദനും നിർവാണനും മനക്രീഡ ജലക്രീഡ ദിവ്യകർമ്മക്രീഡ മൂന്നുരതികളും പ്രവർത്തിച്ചു നിർത്തിന സർവേശ്വരൻ പാദസന്നിധവുമേവുന്ന സർവമനോഹരമാരായ കാന്തമാർ നിർവാണ തുല്യ സുഖേന വിനോദിച്ചു യൗവനമാണ്ടു മോദാൽ വസ എട്ടും ഒരു ഷോഡശായിരമുള്ളവർ പുഷ്ടമോദേന പെറ്റു പുത്രർ ഓരോന്നതിൽ 10 പേരുണ്ടായി. അതിൽ മഹാശക്തനായ 10 പേർ പ്രദ്യുമ്നാദികൾ ആയതിലെ ഏറ്റവും മഹാരഥൻ പ്രദ്യുമ്നൻ മായാമയസമൻ വീര്യപ്രാവരാക്രമൻ ദൽസനാകുമനുദ്ധനായതും വജ്രൻ ഓരോതരം യാദവരായി പിറന്നിതേ. നിർമ്മല നീതി സകതരവர்களுം നന്മ 101 വംശമായി വന്നിതേ. യാദവംശം മഹാവരവങ്ങതിൽ വേദാന്ത വേദ്യൻ അഖിലജകൽപതി വന്നു ജനിച്ചു മുകുന്ദൻ ഓരോ വിധം തരുടമായ ലോകരക്ഷാർത്ഥമായി തന്നോട് വംശരാം യാദവരെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിച്ചു കാര്യവും സാധിച്ചു. നിർമ്മലം തദ്വംശ യാദവരൊക്കെയും നമ്മെ വരന്ന് സേവിച്ചു തങ്ങാസ്തയ നന്ദാത്മജൂതരമൂർത്തിമതീശ്വരം ധനിര യാദവന്മാർ ഭാഗ്യമത്ഭുതം മല്ലാരി മാധവൻ ലോകരക്ഷാർത്ഥമായല്ലോ. കുരുക്ഷേത്ര പുണ്യമാം ഭൂമിയിൽ നല്ല മുനിവരന്മാരുമായ അസ്തയ നല്ല യജ്ഞങ്ങൾ 12 സംവത്സരം ചെയ്തു വസിച്ചു ജഗൽ പരിശുദ്ധ്യർത്ഥം ചിതോമലാഭഗംഗയ്ക്ക് തൽപാദരേണു ശുദ്ധീകിയ ത്രാണനിപുണൻ പരൻ പുരുഷോത്തമൻ പ്രാണികൾക്കുള്ളും പുറമൊന്നായവൻ തന്നോട് വൈരമായെങ്കിലും തൽക്കഥ തന്നുള്ളിൽ ഓർക്കുന്നവർക്ക് മുക്തിപദം സത്വരം നൽകുന്ന ഭക്തപ്രിയൻ തന്റെ ഉത്തമലീല കലിതാശതൽഫലം കേൾക്കലും ചൊൽക്കലും സർവദാ ചിന്തിക്ക സ്വപ്നത്തിലെങ്കിലും ചെയ്തവർക്ക് എന്തു ഫലം പറയേണ്ടതില്ലേവം എന്നോർത്തതിനുള്ള ഫലത്തെയും ചെയ്ത് ചിന്തിക്കിൽ അന്തമില്ലെന്നതും ചെയ്ത് ചിന്തിച്ചുറച്ചു ശാന്തിപദം പ്രാപിച്ചിരിക്കുന്നു ഞാനും എന്നുള്ള ദേവാപഹാരി ചരിത ഫലം ചൊല്ലാവൂ. സർവദാ നാരായണപദം ചിന്തിച്ചു സർവേശ്വരങ്ങൾ സദാഭക്തി കൈക്കൊണ്ടു കഥയൊക്കെ കേൾക്കൽ ജനിമൃതി ദുഷ്കൃതം പോയി മുകുന്ദപദം ചേരുമേ വന്നവന്മാർകുലം ചൊല്ലിൻപിട ശേഷമെങ്കിലും കഥമേലിടമുള്ളത് വൈഷമുണ്ട് പ്രബോധനെങ്കിലും കേൾക്കണമെങ്കിൽ അതും പറഞ്ഞിടുവൻ തൽക്കഥ നാളെ എന്നാൽ കിളിപ്പൈതലും. ഇത് ശ്രീ മഹാഭാഗവതേ മഹാപുരാണേ സൂദശൗനക സംവാദേ ദശമസ്കന്ധം സമാപ്തം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. അഥ ഏകാദശസ്കന്ധം
പരമജ്ഞാനാമൃതം പാനം ശീതലസാധ്യ പരമാനന്ദമോടെ വസിക്കും കിളിപ്പെണ്ണെ മധുവും കുളം പഞ്ചതാരയം തരുവൻ ഞാൻ മതി വന്നിടുവോളമെടുത്ത് ഭുജിച്ചിന്തൻ മധുവൈരിയാം വിഷ്ണു നരക വിനാശനൻ യദുനായകൻ ശബരിതരുത വിനാശനൻ കരുണാപാരിരാശിയാകിയ കൃഷ്ണൻ തൻ്റെ ചരിതരസം പറഞ്ഞിരടോ മടിയാതെ നരജന്മത്തിൻ ഫലം വരുവാനെ കൊണ്ടിക പറയാൻ കേട്ടുകൊള്ളുവിനെന്നത് വൈകിളയും ശ്രീ മഹാഭാഗവതം ദശമാന്തത്തോളം മാമോദാൽ കേട്ട് ചിത്താനന്ദന സവനഗാതി മാമുനീന്ദ്രന്മാർ സൂതൻ തന്നോട് ചോദിച്ചത് നിർമ്മല കഥാശിഷ്ടം കേൾപ്പിക്കുന്നപ്പോൾ സൂതൻ ചൊല്ലിനാൻ ഏകാദശ സ്കന്ധത്തിൽ മോക്ഷം ചൊല്ലും കല്യാണ പതിവും വൈരാഗ്യ സിദ്ധാർത്ഥമായി യാദവകുലത്തിൻ്റെ നാശകാരണം മുന്നം വധിച്ച് പിന്നെ വസുദേവൻ നാരദന്താനും തമ്മിലെ സംവാദം ഈ കർമ്മികളായുള്ളവർക്ക് നിർമ്മല പുരുഷാർത്ഥം സാധിപ്പാൻ എന്തെന്നല്ലോ എന്ന് നാരദനോട് ചോദിച്ചൊരുന്തരം നന്ദിച്ച് മുനീന്ദ്രനും വസുദേവരോടായി നിമി അന്തരപതിന്ന വിവകളോട് നിർമ്മല യജ്ഞത്തിങ്കൽ ചോദിച്ച സംവാദത്തെ കേൾപ്പിച്ചാൽ അതിൽ നിമി 9 ചോദ്യം ചെയ്ത് താല്പര്യമോട് ഭഗവാൻ ധർമ്മം മുമ്പിൽ പിന്നീട് ഭാഗവതന്മാരതും മായാദത്തം 3-ാമതല്ല മായാതിക്രമം 4-ാമതും ബ്രഹ്മത്തെ 5-ാമത് ഭഗവത് പൂജവന്റെ നിർമ്മലം നാരായണൻ തന്റെ പദാരങ്ങളും ഭഗവത് ഭക്തിയില്ലാത്തവർത്തൻ ഗതിയെ യോഗങ്ങൾ തോറുമുള്ള പൂജകൾ വിശേഷവും ഇവ 9 ചോദ്യം ക്രമത്താൽ എത്തിറങ്ങുന്ന വിവകളേവൻ ചൊല്ലൽ ബോധത്തോടും സകല കർമ്മങ്ങൾ ഭഗവത് അർപ്പണത്തെ ചെയ്യുന്നത് ഭാഗവതൻ തരവുമല്ലോ രാഗതി അഭിമാനഹീനന്മാരായിക്കൊണ്ട് ഭഗവത് സേവാരതെല്ലാം ഭാഗവതന്മാർ നിത്യമല്ല വസ്തു നിത്യമല്ലാതെ വസ്തു സത്യമാത്തോതി നിത്യസംഗമായിട്ടിരിപ്പോൾ മായാദത്വം ഭഗവത് മായ അതിൽ നാശകരണം ഭഗവത് ഭക്തിവത്സല ഭക്തി ഇന്ധനത്തെ അകവെ ഉണ്ടെങ്കിലും മായ ജയിച്ചിടാം സകല തത്വജ്ഞാനമില്ലാഞ്ഞാൽ ജയം വരാൻ സർവത്ര വ്യാപ്തമായ നിഷ്കള വസ്തു ബ്രഹ്മൻ നിർവ്വാണാത്മകൻ പൂജ വേദ അന്തര സംവിധം ജഗൽക്കാരണം വൻ തുടങ്ങിയുള്ളതെല്ലാം ഭഗവന്തന്റെ അവതാരമെന്നറിയിച്ച് സംസാരബന്ധം ഭക്തിയുടെ അഞ്ജനത്തിന് സംസാര പരിത്യാഗം ഭക്തന്മാർക്കുള്ള കഥ ധ്യാനവംകൃതയെ യജ്ഞമന്ത്രതായി അർച്ചനം ദ്വാപരയിൽ കീർത്തനം കലിങ്കൽ ഇത്തരം മുനീന്ദ്രന്മാർ ചെന്നു അവയെല്ലാം മുൻസത്തവൻ നാരദൻ കെന്നത് കേട്ട് അനന്തരം നാരദൻ മക്കളും ജ്ഞാനവും ക്രികേതനായി ഓരോ മോഹം നീക്കത്ത് നിറഞ്ഞ വസുദേവൻ എന്നതിന് അനന്തരം ബ്രഹ്മാതി ദേവകളെ നന്ദ സത്യനെ മാധവൻ അവരോടായി അരുളി ചെയ്ത് യദുകുലവും ഭൂഭാരവും വിരവൽ കളഞ്ഞാലും വൈകാതെ വന്നിടുവൻ എന്ന് അരുൾ ചെയ്ത് അവരെ ഇച്ഛപിന്നക്കുള്ള ദുർദമിത്തങ്ങൾ കൊണ്ട് രാമനുമായി പറഞ്ഞു നന്ദന്തരം ജഗൻ മംഗലൻ യദുകുലത്തിലുള്ള നാശത്തിനും തന്റെ ദേഹനാശത്തിനും വാശൻ തന്നെ കൽപ്പിച്ചുരച്ച് വസിക്കുന്ന ഒരു ഈശാനൻ കൃഷ്ണൻ തന്റെ ആരംഭങ്ങളുടെ ഭഗവത് ഭക്തനാകും ഉദ്ധവനെ കൂടി ഭഗവത് ലോകത്തെ കൊണ്ടിടുന്നല്ലെന്ന് പറഞ്ഞ് ഉദ്ധവനോട് അരുളി ചെയ്ത് നീ അറിയ ദേഹാദികളായ പ്രപഞ്ചങ്ങൾ മയമെന്ന് പറഞ്ഞ് സൗദ്ധ്യമായ വച്ചനുപത സഞ്ചരിച്ചാലുമല്ലോ എന്നത് കേട്ടന്തരം ഉദ്ധവരുടെ ചോദ്യം തന്നെ സംഘങ്ങൾ അഞ്ഞിരുവാൻ അന്ധമായും ലോകതത്വത്തെ വിമർശിക്കുക സംഘങ്ങൾ പോകാനായതിന് അവധൂത സംവാദമല്ല വഴി അരുൾ ചെയ്തതിനും ഉദ്ധവർ ചോദ്യം വിഷയങ്ങൾ വർദ്ധിച്ചത് ദഹിക്കുക വിഷയങ്ങൾ ബന്ധമില്ലാതെ ഇരുപ്പതും വിഷയങ്ങളെ ബന്ധമുണ്ട് വിവരം അരുൾ ചെയ്യുന്ന കേട്ട് ബന്ധമോശങ്ങൾ ഭേദർപരം മോശം വിദ്യ ബന്ധമതപദ്യ വിദ്വാൻമാരായ മഹത്തുക്കൾ ആർന്ന ചൊല്ലുക വിദ്വാൻമാർ ജിതേന്ദ്രന്മാരായി ഭാഗവതന്മാരായി ബോധികളായി ലോകവാനുപരായർ മഹത്തുക്കളും നിറഞ്ഞിടനെയും ഭക്തിയാകും ഏത് ഉദ്ധവർ ചോദിച്ചപ്പോൾ ഭക്തിയാത് മനോഭാഗ്യങ്ങളാലും യാതൊരു പ്രകാരവും സർവവും സദാകാലം നാം ഭഗവാൻ ശ്രദ്ധകൾ ചെയ്യുക തന്നെ ഭക്തിയാകുന്നത് അതുകൊണ്ട് മോശം വരും ബന്ധമോശങ്ങൾക്ക് അവൻ വിഷയമാകുന്നത് ബന്ധമോശങ്ങൾക്ക് വിഷയം പരമാത്മാ താൻ തന്നെ അനാദികമായ ബദ്ധമായി സ്വന്തം വിഷയനായിരിക്കും ജീവൻ തന്നെ മായ ബന്ധത്തെ സാത്വികവാസനെ നോക്കി നായ്മ തെളിയണം ജീവനെന്ന് അരുളിച്ചത് വിഷയം ആവത്തിനും ഓർമ്മയ്ക്കൊണ്ടിരിക്കുക വിഷയങ്ങളെ സേവിച്ചിടുവൻ എന്തോ ചൊല്ലുക ആത്മാവല്ലാതെ ഏകാതില്ല അഹംബുദ്ധി അധ്വാനം നിലക്ക പോലെ രാജസ്യക്തം ചിത്തം തന്നാല ഗുണധ്യാന കാരണം കാമമുണ്ട് എന്നത് ഗുണാത്മാവിനെ ധ്യാനിച്ചിട്ട് മനസ്സോ രജോ ഗുണം കളഞ്ഞോ നൂനമെന്നിൽ ഹംസസർഗ സമ്പാദ്യം കേട്ടതുമൂലം അത് കേൾപ്പാനോ ഇച്ഛിച്ചവർ ദുഷ്ടഭക്തനോ ഉദ്ധവനോട് അഹങ്കാരം ചെയ്ത് അന്യോന്യം ചേർത്തിരക്കി വിഷയം മനസ്സിൽ തന്നോട് വേർപാടാകുന്ന താൻമുഖനോട് ജ്ഞാനപ്പോൾ മുസ്ലിമായിട്ട് വതിർത്ത ചിതാനന്ദം ഭയാതിരിക്കുന്ന നല്ല സാക്ഷാട്ടും വിഷയം ഉറവിടം നിശ്ചയം വരത്തണമെന്ന് ചെയ്തു പോരും അസംവാദം പലതുണ്ട് അവിടെ പറയാമെന്നുള്ള ഉത്തരം ചോദിച്ചപ്പോൾ ഭക്തി മാർഗം ശ്രേയസ്സാകുന്നതെന്ന് തോന്നിച്ച് വസ്തു ധ്യാനമാർഗം ചോദിച്ച് ഒത്തുവരും പ്രാണവേദം ചോദിച്ചിട്ട് നന്നായി വിളിച്ച് തൻ്റെ കർണയ്ക്ക് കാളമേഘത്തിനും ചിത്രവാഹകരോടും വ്യാളി വരങ്കിൽ സദശോധരവും ചെയ്ത് ധ്യാനം ചെയ്യുകയും വേണമെന്ന് കേട്ട നേരം ധ്യാനത്തിൽ പരിസ്ഥിതിദ്വാൻമാർ ചെയ്യുന്നതെല്ലാം കേൾക്കണമെന്ന് മണ്ണിമാതി കേൾപ്പിച്ചതും ഒക്കെ നല്ല വശമെന്നുള്ള ചെയ്തു പോരും സർവസ്വം സുമുഖത്വം ചോദിച്ച് സർവസ്വം ജ്ഞാനീയല്ലേ ആശ്വരണം യുദ്ധറായിരിക്കും ഭക്തിയാൽ ശ്രീം അതുകൊണ്ട് വർണ്ണമാശ്രമതമം ഉത്ഭവങ്ങളും അതിന് ഭക്തി സാധനവും തന്നെ ഉത്ഭവം ചെയ്ത ആശ്രമ വർണ്ണികൾക്ക് ഭക്തി സാധനമായ കർമ്മമെന്നത് വ്യക്തവ്യമായി അങ്ങനെ ചെയ്യുന്നത് കേട്ടോ തന്നെ വസ്തുതൻ്റെ ഏകത്വജ്ഞാനം കാണുക നൂനമതി ഉത്യന്തരവിജ്ഞാനവും ലോകങ്ങൾ തൻ്റെ കർമ്മോദ്വംഗതമാകിയ വൈരാഗ്യവും ചെറുത ശ്രദ്ധാന്താമകീർത്തനവത് ഭക്തി സാധനമെന്നും ചൊല്ലി ഇത്തരങ്ങൾ യോജനോദ്വനിയമങ്ങൾ ശബ്ദ സാധനങ്ങളെ യൗമാതി നിസ്സകൂടാതെ ഇരിപ്പത് ഇന്ദ്ര നിഗ്രഹവും ബുദ്ധിനൊക്കെ എന്നിവ സമാധികളെന്ന് കേട്ട് അനന്തരം ദോഷം ഗുണം രണ്ടു ഭേദമായി ചൊൽവുഭേദം
ഈ ഈശ്വരൻ്റെ കാരണം ഭേദമെന്നെയും ഞാനും ഭക്തിയാൽ മൂന്ന് വിഷാദ സാധനവും വിരക്തമായിട്ട് ഞാൻ കാണ്ടും കാമയ്ക്ക് കർമ്മനുസൃത്തിബദ്ധ കാമ്പിൽ കാമം പോകാതെ പോലെ ഭക്തി എന്നതും ചൊല്ലി ജ്ഞാനത്തിൻ്റെ അഭേദം കർമ്മത്താൽ ഗുണദോഷ ജ്ഞാനം വൈരാഗ്യപരമോ വിരുദ്ധമല്ല ഭക്തി ജ്ഞാനം വേഗത്തിനെ കൊണ്ട് വിധിയെന്നും ഞാൻ വിഗ്രഹം കൃഷ്ണകൾ ചെയ്ത പോലും തത്വസങ്കല്പങ്ങൾ പലതായി പറയുന്നത് അത്രയും കൽപ്പനായി ടീച്ചൊരു ഉദ്ധവനായി തത്വങ്ങളുമായ കാര്യമായ പകരമായി വിദ്യമാനമായി വിധിയെന്ന് വരൽ ചെയ്ത് പ്രകൃതി പുരുഷന്മാർ ഭേദം ചെയ്തതിന് ചോദിച്ചവന് സകലം നിർമ്മിച്ചിരുന്ന പ്രകൃതിയും സകല ചതിനത്ത സർവ്വമാനും പ്രകൃതി ചെയ്ത് പ്രകൃതി പോലുണ്ട് വേഗം ചെയ്ത് ജനബലം സംസാരങ്ങളൊക്കെ അറിയാൻ ചോദിച്ചത് മാത്രം ചെയ്ത് കർമ്മ സമ്പത്ത് പരസ്പരത്തിൽ വ്യാപിച്ചുവിട്ട് ചെയ്യുന്ന ജനപ്രതി പൂർവ്വദേഹത്തിൽ തോന്നുന്നു തനിക്കല്ലേ അതെങ്കിൽ കേവലം മരണമെന്ന് തിരക്കുന്ന ജനനം എന്യമൃദേഹം താനെന്ന് കണ്ട് കാരണം ധരിപ്പത് ജനനം ഇത് പാർത്താൽ തങ്ങളുടെ പരമാർത്ഥ ജ്ഞാനത്തിൻ്റെ പേരിൽ എന്തായാലും ചെയ്തിട്ട് അഭിമാനത്തിലേക്ക് നന്നായിട്ട് ഇപ്പം ചോദിച്ചപ്പോൾ സംസാരത്തിൽ പരമാർത്ഥം തന്നെ കൊണ്ട് സംസാര അഭിമാനങ്ങളെ ചെയ്തു ആർക്ക് സംസാരം ആത്മാതാനിക്കോ ദേഹത്തിനെ കേൾക്കണമെന്ന് ചോദിച്ചതിന് അരുൾ ചെയ്ത് ആത്മാവും ദേഹം തമ്മിൽ സംബന്ധം സംസാരം എന്ന ആത്മാകൃഷ്ണ അരുൾ ചെയ്ത് കേട്ട ശേഷം മാനസിൻ്റെ ജീവിതത്തിനും മാനസികത്തിൻ്റെ ആവശ്യമായി സർവത്വമായിരിക്കുന്ന ഭക്തിവത്തെ ചോദിച്ചത് സർവ്വസ്വവും സർവ്വബോധങ്ങളും ഈശ്വരാത്മാക്കളുടെ ഉപവാസബദ്ധ ഭക്തിയോഗമെന്ന് അരുൾ ചെയ്ത് ഇങ്ങനെ ചോദ്യത്തിന് 21 പങ്കവാനും ഭഗവാനും ഉദ്വർദ്ധാനം വൈകിയ ഭഗവാൻ അനുശാസന മംഗളം ദ്വര നമസ്കാരം ചെയ്ത് ഭഗവത്ജ്ഞേയ ഭക്തനാകും ഉദ്വരും ഭഗവത് ധ്യാനത്തിനുപദ്രാശ്രമത്തെ ചെയ്ത് ഭഗവത് പാതാമ ചേർന്നാൽ തപസ്വരന്മാർ കേട്ട് വിളിച്ചിടം തോറും തങ്ങൾ യാദവന്മാരും ചെന്ന് പ്രോസിത സ്നാനത്തിനായി സ്നാനകർമ്മങ്ങൾ ചെയ്ത് ബ്രാഹ്മണ ശാപത്തിനാൽ അന്യന് മദ്യം ചന്ദ്രരണം ചെയ്ത തങ്ങൾ നശിച്ചിട്ട് നിരന്തരം മംഗള സമുദ്രത്തെ തെങ്ങി രോഗസ്ഥനീയത പരമത്തിനുള്ള യോഗബല ഹരിച്ച് ദേഹം തന്നെ കാരണം ചേർന്നുകൊണ്ടാൽ ഏവല്ലവ കണ്ട് മാധവൻ ദേഹത്തെ ജീവത്തിന്റെ ആരായങ്ങൾ ചെന്നിട്ട് അരയാലും കീഴിൽ ചെന്നിരുന്നിട്ട് തൃക്കൈകിടന്നാലും മറ്റു വേഷമെടുത്തുള്ള അക്ഷരജസവിലെ ശോഭയോഗസ്ഥനായിരിക്കുന്നതിനും വീര്യം കുറുക്കുന്നതിന് ശശലവും കൈക്കൊണ്ടുവരുന്ന കട്ടോടനും ഭഗവതി ചെയ്യല ഭഗവത് പാദം കണ്ട് മൃഗമൊന്നോർത്തു ശരമിച്ചോദരം ജഗതി പദം തങ്ങൾ ചേർത്തത് വേണം ജഗൽക്കാരണം വായാമയത്തമാർക്കറിയാം ഭഗവൻ തന്നെ കട്ടണം സ്വർഗമുഖ ഭവൻ തന്റെ അനുഷണം ചെയ്തുകൊണ്ടും ദാരികൻ വന്ന് കണ്ട് വൃത്താന്തമല്ല പറഞ്ഞ് ആരണാർത്ഥാജ്ഞ ദ്വാരക വൃത്താന്തം അറിയിപ്പാൻ പോകുന്ന നേരത്തിങ്കിൽ ദാതാമാദികളെ വേദേവ സ്തുതിച്ചതും കേട്ട് സന്തോഷത്തിനുള്ള യോഗബലം തിഷ്ഠതയിൽ തന്നെ ദേഹവും തികപ്പിച്ചു ചിന്തനത്തെ പ്രാപിച്ച ജഗന്നാഥൻ അവരുടെ ബാഹ്യ ജന്മാതീവയെല്ലാം കേവലം പരബ്രഹ്മൂലകൃഷ്ണഭാവം അഭാവം ഒരു കാലത്തുമില്ല ചിന്തക തമ്മെ പോലെ സംസാര ദുഃഖാദികൾ അന്തം ആദ്യമില്ലാതിരിക്കും പരമത്തിൽ ഉണ്ടെന്ന് തോന്നുന്നത് മായാല രണ്ടില്ലാത്ത സ്വന്തം സംസാരബന്ധം ഭഗവത് ജ്ഞാനദാരുവന്തോരാപതിക്കകത്ത് വൃത്തങ്ങൾ അറിയിച്ച അന്നേരം അടുത്ത് വൃത്താന്ത ജന്മം എന്തു ചെറുപ്പോൾ ഗിരിന സ്ത്രീ ബാല വൃദ്ധാവതി എന്നെല്ലാം ചെച്ചെന്ന് തങ്ങളുടെ ഹതരായവർ തമ്മെ കണ്ട് വന്ന ദുഗ്ധത്തിൽ വസുദേവർ ദേവകി പിന്നെ രോഹിണിയവർ തങ്ങൾ ദേഹത്തെ ഉപേക്ഷിച്ച് മോഹത്തിലേക്ക് മുക്തരായിരുന്നത് വേണ്ടു അവരോട് നാരിയെന്ന് ഭർത്താക്കളോ ചുറ്റും അഗ്നിവശത്തോടെ ചേർന്നുകൊണ്ട് ശ്രീകൃഷ്ണകാന്തമാരെ കുനിമുതലായോ ശ്രീകൃഷ്ണ ധ്യാനിച്ച് അഗ്നിയിൽ പ്രവേശിച്ച് ചെന്നതൽ കാണത്തിൽ ചെറു സംസ്ഥരും മഞ്ഞിലാണ്ടിയർന്നോർത്തെല്ലാം സിമങ്ങ് നന്നായി പൊങ്ക പൊന്തിപ്പോതി സൂഹിക്കുന്നത് പോലെ പിന്നെ അർജുന കൃഷ്ണവരെ ദുഃഖതനെ മുന്നം ഉപദേശിച്ചിട്ടുള്ള ജ്ഞാനത്തെ വെച്ച് സുഖത്തെ കളഞ്ഞെടുത്ത് ഹതരാം ബന്ധുക്കൾക്ക് വേണം ശേഷക്കര സഹസ്രം സമുദ്രവും ശോഭിച്ച് ദ്വാരാവതി വിൽക്കാൻ നോക്കുന്നതിൽ പ്രാവങ്ങളുടെ ഇഷ്ടമുള്ള യാതവരെയും നാരികൾ എന്താ വസ്തുലാക്കി വത്സരം പരാത രാജാവും അസ്ത്രവും വിളിച്ച് ധർമ്മ വിനാദികളോട് പരമാത്മാവ കൃഷ്ണ വൃത്തം സമസ്തുവാറി ചതുനേരം ധർമ്മജനാദികളും പുറപ്പെട്ടവർ നടന്നങ്ങനെ പുരുഷാർത്ഥം സാധിച്ചതെന്നും ഇവയെല്ലാം ഏകാദശത്തിൽ വേദാസരിക്കുന്ന മോശ സാധന വൃത്താന്തം ഇതിലല്ലോ സംക്ഷേപിച്ചറിയിച്ചാലും മാമനിവരന്മാരേ അധ്യായം 31 ചൊല്ലിയിടാൻ സാധ്യമെന്തിനി ഒന്ന് മോക്ഷമാർഗത്തിന്മേതി എന്നത് കേട്ടതരം ശവലകാദികൾ സൂതനത്തിനോട് പറഞ്ഞത് സാക്ഷാത് മോക്ഷൈകബലം സംക്ഷേപിച്ചറിച്ച് മതിബലം സംക്ഷേപിക്കേണ്ടത് ഓരോന്നുണ്ട് അത് ഈ കഥയല്ല സകലവും മുഖ്യസാധനമായിട്ടുള്ള സകല സാരമോക്ഷവിസ്താരം ചുരുക്കാതെ പറഞ്ഞ് കേൾപ്പിക്കണം ഞങ്ങൾക്ക് ഇതിലാശ പറഞ്ഞാലുടെങ്കിടാൻ കേൾക്കില്ല മതിയാവൂ പലർക്കും രസിച്ചിരുവനുള്ള ചിലക്കുന്നാലും പോലുമില്ലാതെ ഞങ്ങൾ പോലും ശ്രദ്ധ ഭക്തിയോടെ ഇങ്ങനെ മുനീന്ദ്രന്മാർ ബുദ്ധിമാനെ സുഖം നിർമ്മിച്ചതിനു ശേഷം ചൊല്ലിനാൽ കേൾപ്പൻ ചൊന്നാൽ അന്തമില്ലെന്താകലും ചൊല്ലാത്തതായ കേവലാത്മ ആയതുകൊണ്ട് ചൊല്ലുന്നതിന് കുറവില്ല ഏകാത്മാ കൃഷ്ണൻ ഉണ്ടാകും ചെറുപത് കുറവെന്നാൽ കാഠിന്യൽ കത്തോളം ചൊല്ലു അലവും എന്നാൽ മോദിച്ച പോലെ ചെയ്യണം ബന്ധമോഷങ്ങളുണ്ട് മായകളെന്ന് കൃഷ്ണൻ അന്തമാസത്തിലെഞ്ച് അരച്ചതിരിക്കുന്നു സംസാരം മായമെന്തെങ്കിലും സംസാര വിനാശനം തൻ്റെ വിളിക്കേണ്ടും കേൾക്കുകയും കേൾപ്പിക്കും തങ്ങളുടെ സംസാരത്തിരിക്കുവാൻ ഇടത് എന്നും ആയതുപോലമായി തങ്ങൾക്ക് വശമുള്ളതുപോലെ ജഗൻ മംഗളത്വനെ സേവിച്ച് നന്നായി വരും എന്തരുച്ചതിരിക്കും ആത്മരാമനാം ഗുരുതനോട് വൃത്താന്ത വേദാന്ത സംഘാരകാസ്ഥാനം ആദ്യം സംക്ഷേപിച്ചു ഒന്നിന് ക്രമം പോലെ വിനിഷ്ഠുളവനെന്ന് പറഞ്ഞ് സൂതൻ ചെന്നാൽ ധർമ്മസ്ഥാപന ഗൃണായോഗ എന്നാതായനാൽ നിർമ്മല യേതുകുലമെന്ന് അവതാരം ചെയ്തു ഒന്നും ചരിത്രങ്ങൾ ചെയ്തവ കേട്ട്
സന്ദേഹഭാഗം നിർവന്റെ വിഷ്ണുരാജൻ വന്ന് ചോദ്യം ചെയ്ത് ശേഷകമനിയോട് നന്ദനന്ദനൻ ജഗന്മംഗളൻ നാരായണൻ അന്യമൊന്നില്ലെങ്കിലും മാധവ രാജശ്രീമണ്ഡലം തങ്ങളുടെ മനോഭാവം കൊണ്ട് ചെയ്തിരുന്നതിൽ പിന്നെ അങ്ങാതിൽ ചെന്നത് സംഹാരം അറിയിച്ചിടമെന്നത് കേട്ട നേരം അന്തവാസം ചെയ്ത് ശ്രേഷ്ഠൻ അരുൾ ചെയ്ത് വന്നവ കേട്ടുകൾ മോശസാധനക്രമം ഭൂപതി ദയാവതി സൽപതി സദാപതി ശ്രീപതി ദ്വാരാവതിനെ വരുന്ന കാലം ഏതിനെ ഭാരമെല്ലാം തീർത്ഥം തന്നിരുത്ത പ്രകാരം ഏതിനിവതെ കേട്ടുകൊള്ളുക വഴി പോലെ ശ്രീകൃഷ്ണ എതിർക്കൊള്ളുന്ന സദാമന യാതൊരു ദൈത്യബദ്ധ ചെയ്തിട്ടുടൻ ഭൂമിക്കുണ്ടായ ഭാരം പിന്നെ തീർത്തിയിടുവാൻ ബാലകന്മാരെ ധൃതരാഷ്ട്രന്മാരെ പാടോന്തമരട്ട് സ്വർദ്ധിച്ച് പാണ്ഡവഗ്നിയെ പാഞ്ചാല ഹേതുവായും ദുദ്ധഹേരണ കജകരണാദികളുണ്ടും അതുവൻ മറ്റു മോനോത്തരം ഉണ്ടാക്കിയിട്ട് അവരോട് ഒന്നിച്ചു കൂടുതൽ ദുഷ്ടന്മാരെ ധൃതവന്മാരെ കൊന്നിട്ട് ഭൂഭാരത സകലം കളഞ്ഞത് ഭാരത സമരത്താൽ സകല കലാനിധിയപ്രമേയാത്മാരൂപനെല്ലാം നിന്നോട് ചൊല്ലിയിടീൻ കേവലം ദ്വാരകയെ സൂര്യമായി വസിക്കുന്ന യാതൊരുമറ്റം വർദ്ധിച്ചു വരികയാൽ ഇതിന് തനിക്ക് അപരാധം ഭാരമായി വന്നു അന്തിരെ അതുകൊണ്ടുകൾ മഷവാരം തീർപ്പുന്നു അന്തന്തരം സത്യസങ്കല്പം നാരായണം ചിന്തിച്ച് ഏത് നമ്മളൊരുമിട്ടുന്ന അഗ്നി അന്തരം വരുത്തുന്ന വേണു കാരണമല്ല എന്നവർ ഇപ്രമാണം ശാപാതി കൊണ്ട് എന്ത് യാതൊരു ഒട്ടെടുക്കുവനെന്ന് ചിന്തിച്ച് ജഗന്മനായ ലോകനാഥൻ എന്ത് തന്തിരിവിടമായി മാർക്കറിയാവൂ എന്തിനെ പരിസ്ഥിതി ചോദിച്ചു സുഖപോലെ തന്നോട് കൃഷ്ണ ഭക്തന്മാരെ വിഷ്ണികൾക്ക് ശവം ഇങ്ങനെ ഭവിച്ചിടുവാനെന്ത് വന്ന ശവദാസൻ കൃഷ്ണവംശോത്തമല്ലോ ജാതി മൊത്തമുണ്ട് ഇപ്രസമയത്തിന് വിധം അതുവരോട് ചെയ്യണമേ സർവാത്മാവായി സർവകർമാചരാത്മാവായി സർവ പുണ്യാഹുകാരം മൂലകാരണനായി ശിശുരുവിനത്തിന്റെ ത്രിവിധ കാരണത്തെ തത്സ്യം കീർത്തി ധാമ നാമ കർമാദികളാൽ സകല കലവിനെ സംസ്കാരം ചെയ്യും സകല കരുവിനോ സംഹാരം ചെയ്യും സകലാത്മക വസുമന്ദിരത്തിങ്കൽ സകലമതി വസിക്കും കാലത്തിങ്കൽ സകലാത്മക എന്തി അറിഞ്ഞ മുനീന്ദ്രന്മാർ അശോഭൃഗ ഭരദ്വാജരും വസിഷ്ഠരും മര്യാദന്മാരും മുനിമാർ പരമറിയിച്ചു അതിനെ കൃഷ്ണൻ തന്നെ കന്മാലായിടുന്നല്ല വേദാന്തൻ വേദ്യന്മാരെ മുനികളെ ഭഗവപുത്രപുര കണ്ടനേരം അകമേ നിരൂപിച്ചവരെ ശ്രദ്ധിക്കാനായി അതിന് സാമ്പം തന്നെ ഗർഭിണി വേഷമാക്കി മതിമാന്മാർ അവരോട് ചോദിച്ചിടുന്നാർ പറവൻ ഇവൾ പറഞ്ഞത് പുത്രനോ പെണ്ണോ അറിവിയുടെ മുനിമാരോട് ചോദിച്ചപ്പോൾ കാലാത്മക പറഞ്ഞ മുനീന്ദ്രന്മാർ ബാലന്മാരെല്ലാവരും ഗർഭിണിയെ അവളെ നോക്കിക്കണ്ടവർ തമ്മിൽ അന്യോന്യം വീക്ഷിച്ചുടൻ ഓർക്കുമ്പോൾ അടുത്തത് പ്രസവം കൊടുക്കുക എന്നാൽ കാട്ടിന് മേരെയുള്ള ഒരു 1000 സംവത്സരത്തെ ഗാഠവേദന പ്രസവിച്ചിടുന്നവനും അതിന് നിങ്ങൾ വംശനാശനം വന്നുകൂടും അതിലേതുമേയില്ല സംശയം ഓർത്തു കണ്ടാൽ മതിമാന്മാർ മുനിമാരോട് വാക്കുകേട്ട് അത് നിന്നത്തോട് വസിച്ചു പോയാൽ പിന്നെ സംഭവം മുന്നിൽ വരുമ്പോൾ മത്സരത്തെ ചെറ്റഗതത്തോളം അറിഞ്ഞ് എതിർക്കണം എതിരാജനും അതിന് ചെരാകി ചുണ്ണമല്ല ഒന്ന് തന്നെ കലക്കിടുവാൻ കൽപ്പിക്കുകയാൽ വേഗേന യദുകുല വീരന്മാരതു ചെയ്താർ ആഗമചൂത്രമശോഭകരണം കൊണ്ടും ദേവദേവശന്തന്റെ ആചാരങ്കി പതിനിന്നിവരാൾ ഒരു നാൾ വരത് വിചാരിച്ചൻ മോദമെന്ന് കൊടുനാശം വരുമെന്ന് ഖേദം ഉൾക്കാരെന്ന് വാങ്ങിയ ഏതുകുലം ആയസൻ കണ്ടുവന്ന് വിശേഷിച്ചു നാടി തന്നെ ഭയത്തോടെറിഞ്ഞത് അതിൽ വസിക്കും മത്സ്യം ഗർഷിത കൈവരുന്ന ലഭിച്ചുകൊണ്ട് കട്ടണം തനിക്ക് കൊണ്ട് നൽകിദാസൻ അതിനാലൊരു സ്ഥലം തീർപ്പിച്ച് കട്ടണം മാധ്യമോദരം വസിച്ചണി സെറിഞ്ഞ് ജലത്തിൽ കരയ്ക്ക് ചൂർണങ്ങൾ തിരയിലെ അരച്ച് കരവറ്റി മുളച്ചത് ചെയ്യാൻ പുല്ലായി യാദവകുല നാശം വരുവാൻ വൈരാഗ്യമുള്ള യാദവ കൃഷ്ണൻ ചിന്തിച്ച പ്രകാരവും യാദവകുല ജനനാശ കാരണമോ ഇതിൽ ശ്രമം ധരിച്ചിടുന്നവ എട്ടാം ദ്രവത്വം അതോപരി ഭക്ത കൃഷ്ണൻ നാരദന് കൃഷ്ണനെ കാണുവാനായി ദ്വാരകത്തിന് ചന്തേരത്തം ഓന്തനം നിര്യാളകാല ഭവാരംഭമായത് മൂലം മാധവ മന്ദിരത്തിൽ ചെല്ലുന്നതും സാധനം കൃഷ്ണ ഇത്രമൊക്കെ അറിഞ്ഞിട്ട് ദേവർഷിപ്പുറം നടന്ന നേരം അവർ മുതൽ വസതി മന്ദിരത്തിൽ ആഗതനായി ഒരു തന്നെ കണ്ട നേരം വേഗം വസതി എഴുന്നേറ്റുടൻ ഭക്തിയ ബാധ്യാർഗ സമാധികളോട് പൂജിച്ച് അഭിവാദനം ചെയ്ത് മോനി തന്നോടു പറഞ്ഞിട്ട് ഇന്ദിര എവിടേക്ക് വന്നത് പോലും അന്തസ്തംഭങ്ങൾ ശുദ്ധമായ മോകലം എന്തെല്ലാം ഭവാനുള്ള സഞ്ചാര നിമിത്തമാരുടെ നിങ്ങൾ സുഖം വരുന്ന ശരീര ഉത്തമാധവന്മാരെയും പുത്രന്മാർ സുഖമാകുന്നതുപോലെ തന്നെ ഉത്തമന്മാർ ദേവചാരം സുഖമായി ഉത്തമധന്മാർ ദുഃഖമായി വരും പരമേലകൾ അവർക്ക് ഇങ്ങനെ മോശം വരും മംഗളപതി പറഞ്ഞിടുക വഴി പോലെ ഇത്തരം വസുദേവത്തനോട് വാക്ക് കേട്ട് ചിത്തകഥത്തോട് നാരദൻ അരുളിച്ചത് കേട്ടുകൊള്ളുക മുന്നം ദാതാനും പുത്രനെ വാട്ടുവന്ന് ഭോജിച്ചാണ് സ്വയംഭവൻ തത്സുനും പ്രിയവ്രതം ദർശനഗ്നീന്ദ്രൻ ദർശനാഭിനും ദശവനം പുത്രൻ ദർശനന്മാർ 100 പുത്രന്മാരുണ്ടായി വന്നു അച്ഛന്മാർ അതിൽ മുമ്പനായത് ഭരതൻ പോൽ ഭരതൻ 9 പേര് പുറത്തുപെടുന്നല്ലോ എന്തിനും മുന്നേവായുള്ള അവൻ കവിയല്ലോ പിന്നെ അവൻ കവിത ഹരിതാൻ 1 ലക്ഷം പിന്നെ വൃദ്ധൻ വിപ്രണ അവർ ഉത്തരം പിന്നെ സംബന്ധിച്ചുള്ള ഭഗവതിരുമാറ്റിരിക്കുന്ന സദാസാത്മാരെന്ന് എത്രയും ധൈര്യമാർഗം ഉത്തമന്മാരും നടക്കുമ്പോൾ മൈഥിനായി നിർവ്വധനയാഗം ചെയ്യുന്ന നേരം അവിയോഗം ചെന്ന് അത്ര ആത്മാരൂപന്മാരെ യോഗം സ്വപ്നം നിജ പുരോഹിതനും കൂടി പൂജിച്ച് ആത്മാനത്തോടെ ചോദിച്ചതിലേക്കനും ആത്മജ്ഞാനികളായി യോഗത്തോടായി അങ്ങനെയുള്ള ദിവസംവാദം കൊണ്ടു ചെയ്യുന്നെങ്കിൽ ഊഹാനോടെങ്കിൽ പേര് പറയിക്കും മന്നോ ഇനി വാങ്ങുന്ന നവയോഗം ചെന്നാൽ മന്നിടത്തെങ്കിൽ ഈശ്വന്മാരെ നിങ്ങൾ വിഷ്ണുഭക്തന്മാർ വിഷ്ണു സന്മയലോകെ വിഷ്ണുബോധൻ ലോകം പാവനമാക്കുവാൻ സഞ്ചരിക്കുന്നെങ്കിൽ ദേഹത്തെ കർമ്മരം ചഞ്ചല ഹൃദയന്മാരായ മനുഷ്യർക്ക് ദുർലഭം കണ്ടെത്തിയാൽ ദുരമെല്ലാം നീങ്ങി ഇല്ല സംസ്ഥാന ഭ്രമം തീരുന്നൂലം തത്സംഗം തന്നെ സ്വരസൗഷയം ശാന്തി ചെയ്യും സസുഖം ഭാവനക്ക് പൊളിക്കുവാൻ നിങ്ങൾ മധുവസന്മാരെ നിങ്ങൾക്ക് നമ്മൾ പാതാളവസിച്ചിടും ശേഷം ഗുണങ്ങളില്ലാതവും കൊണ്ടുവന്ന് ദുഷ്ടത്തെയും കൂടി ശേഷം ഉര്യാദികൾ ലോകം വസ്തുവാക്കി ശേഷിപ്പിച്ചൊരു വന്യ ഭാഗ സപ്തമേഹങ്ങൾ
പിന്നെ 100 സംവത്സരം ഹസ്തത്തിന് കരത്തുള്ളിലെ ഗണങ്ങൾ ഭക്ഷിക്കുക. തജ്ജല ഏക്കുന്ന മുന്നുള്ള ഒരു വസ്തുമജ്ജനം തന്നെ വിരാട്ടുണ്ടാകുന്ന കേൾപ്പോ തജ്ജല തജ്ജല ഏച്ചിയുടെ മദ്ദയമായിടുന്ന രക്ത സ്ഥുരസൂഷ്മഭൂതങ്ങൾ ഏച്ചിയുടെ മിഥുനാദികളെ പോലെ എതിരി ഗന്ധമിനിൽ അമ്പസരിച്ചും ജലരസമനിൽ അഗ്നിയിലടങ്ങിയിലും വിലയം രൂപവേദന അഗ്നി വായു സസ്യഗണമാകാശ ഏച്ചിയുടെ മാർവീനം പിന്നെ കാലത്ന ഗുണങ്ങളും കേവലമായി പരമജ്ഞ ഏച്ചിയുടെ ഇവണ്ണം ദേഹകരണേന്ദ്രിയാദികളെല്ലാം ആത്മാവ് വേറെ ആത്മാവ് തന്നെ വേറെ തോന്നുന്ന സമസ്തവും ആത്മാവ് നിറഞ്ഞ് ദൃഢത്വം പറയുകകൾ ആത്മാവ് വേറെ ഞാൻ നിർത്തിയനുസരിക്കുന്ന ആത്മാ എന്നല്ല മുഖക്ലേശ വൈജാപതികൾ ശാപല്യാദികൾ സംഭവിക്കുന്ന ആത്മനിമായാൽ ആത്മാവിനാൽ വേറെ തോന്നുന്ന ലോകാലോകം ആത്മാവല്ലാതെ തോന്നുന്ന സ്വപ്നതുല്യം സൂര്യനം ഉദിക്കുന്ന സത്തമന്താകാരം ചായില്ലതലവ് ഒന്നിന്റെ ബോധോദയം ബോധമില്ലാതെ നേരത്തുമായി വാധ അസത്താട്ടിരിക്കും മാഹി തന്നെ സർവ്വ സ്ഥിരീകരിച്ചെന്ന് പറഞ്ഞാൽ നിർഗുണ സിദ്ധരക്തകൃഷ്ണ വർണ്ണനിവാലി നിർഗുണ സിദ്ധരക്തകൃഷ്ണ വർണ്ണനിയുമായ ഇത്തരം മായാതത്വമൊക്കെ വന്ന നിർബന്ധനോടുകൾ വിളിച്ചപ്പോൾ ഉത്തമ നിമിതബന്ധനോടുകൾ വിളിച്ചപ്പോൾ ദുസ്തരയായ മായാകൃതാത്മാക്കൾ കിടന്ന് എത്രയും വഴി കേൾപ്പിക്കണം യുദ്ധമായ അതിക്രമം കേൾക്കണമെന്ന് കേട്ടിട്ട് ഉത്തരം പ്രബുദ്ധന നിർവനോടു അരുൾ ചെയ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, പവിത്രമാർന്നവിടെ ക്ഷേത്ര സവിധത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ഞാൻ ഇന്നത്തെ മഹനീയമാർന്ന ഷഷ്ടാഹസ്തദിനം 6-ാം ദിവസം ഭഗവത് സന്നിധിയിൽ നിർവഹിച്ചു വരുന്ന മഹാമൃത്യുഞ്ജയ ഹോമം ഭഗവത് സന്നിധിയിൽ സമർപ്പിതമാവുകയാണ്. മൃത്യുഞ്ജയ ഹോമത്തിന് സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ഒരു ഹവിസും നൽകുന്നുണ്ടാകും. അത് സ്വീകരിച്ചുകൊണ്ട് ഹോമകുണ്ഡത്തിൻ്റെ ഒരു പ്രദക്ഷിണം ചെയ്ത എല്ലാ ഭക്തജനങ്ങളും പവിത്രമാർന്ന ഭഗവത് സന്നിധിയിൽ ഹോമകുണ്ഡത്തിന് മുന്നിൽ നിലവിളക്കിനരികളുടെ തളിക വയ്ക്കുന്നുണ്ടാകും. അതിലേക്ക് കൊണ്ടുവന്ന് ശിരസ്സിന് ഒഴിഞ്ഞ് അതിൽ സമർപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. ധന്യമായ നമ്മുടെ യജ്ഞശാലയ്ക്ക് പിറകിൽ നിന്ന് യജ്ഞശാല നമ്മുടെ സ്ഥലപരിമിതി കൊണ്ട് പിറകിലിരിക്കുന്ന അമ്മമാർ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്ത് മുന്നിലേക്ക് വരികപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഹവിസ് നൽകുന്നുണ്ടാകും. എല്ലാ ഭക്തജനങ്ങളും അത് സ്വീകരിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യേണ്ട സമയമാണ്. ധന്യമായ ഭഗവത് സന്നിധിയിൽ വന്നു ചേർന്ന എല്ലാ ഭക്തജനങ്ങളും അതിൽ ഭാഗമാകുക. തുടർന്ന് കർപ്പൂര ദീപാരാധനയും അതിനോടനുബന്ധിച്ച് എല്ലാ ഭക്തജനങ്ങളും മഹനീയമാർന്ന മഹാമൃത്യുഞ്ജയഹോമത്തിൻ്റെ പ്രസാദം സ്വീകരിക്കാമെന്നും അറിയിക്കുകയാണ്. ശ്രേഷ്ഠമാർന്ന ഓം നമഃ ശിവായ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമഃ ശിവായ. ചൊല്ലുക ചൊല്ലുക പാവനമന്ത്രം ഓം നമഃ ശിവായ. ഉത്തമമന്ത്രം ഓം നമഃ ശിവായ. ചൊല്ലുന്നോരെ ഉയർത്തും മന്ത്രം ഓം നമഃ ശിവായ. ദുര്യോധനത്തിന് പുനരതമന്ത്രം ഓം നമഃ ശിവായ. പഞ്ചാക്ഷരി എന്നറിയും മന്ത്രം ഓം നമഃ ശിവായ. പഞ്ചാമൃതവും തോറ്റും മന്ത്രം ഓം നമഃ ശിവായ. സന്താപത്തെ മുടിക്കും മന്ത്രം ഓം നമഃ ശിവായ. അന്തർദിക്കിന സുലഭം മന്ത്രം ഓം നമഃ ശിവായ. കേശവനോടിടും അത്ഭുത മന്ത്രം ഓം നമഃ ശിവായ. കാശിയിലെങ്ങും കേൾക്കും മന്ത്രം ഓം നമഃ ശിവായ. മാമുനിമാരുടെ രത്നം ഓം നമഃ ശിവായ. മായാശക്തിയെ വെല്ലും മന്ത്രം ഓം നമഃ ശിവായ. സദ്ഗുരു ജപി
സജ്ജനകൃത്തിലുദിക്കും മന്ത്രം ഓം നമ ശിവായ. ഭഗവാനകമേ വാഴും മന്ത്രം ഓം നമ ശിവായ. ഭഗവതിയുരുവിൻ നമ ശിവായ. മുക്തന്മാര് മുറയ്ക്കും മന്ത്രം ഓം നമ ശിവായ. നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ. നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ. കാമൻ പേടിച്ചോടും മന്ത്രം ഓം നമ ശിവായ. കാലനയോടാ മന്ത്രം ഓം നവായ. ഭോഗാസക്തിയുടയ്ക്കും മന്ത്രം ഓം നമ ശിവായ. ഗംഗാവീജികൾ മുരണം മന്ത്രം ഓം നമ ശിവായ. ഗൗരീദേവി തുയിരാ മന്ത്രം ശിവായ. നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ. നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ. കൈവല്യാമൃതമരുളും മന്ത്രം ഓം നമ ശിവായ. കൈലാസത്തിൽ മുഴങ്ങും മന്ത്രം ഓം നമ ശിവായ. അംഗജനാർത്തി വളർത്തും മന്ത്രം ഓം നമ ശിവായ. അന്തകനന്ദിര ചേർക്കും മന്ത്രം ഓം നമ ശിവായ. നരകദ്വാരമടയ്ക്കും മന്ത്രം ഓം നമ ശിവായ. സങ്കടമൊക്കെ ഗണിക്കും മന്ത്രം ഓം നമ ശിവായ. സംസാരാഗ്നി കെടുത്തും മന്ത്രം ഓം നമ ശിവായ. വിദ്വാൻമാരുടെ വിദ്യാമന്ത്രം ഓം നമ ശിവായ. ഇന്നോടെ ജപിക്കും മന്ത്രം ഓം നമ ശിവായ. സന്ധ്യക്കാരണരോധം മന്ത്രം ഓം നമ ശിവായ. ഇന്ദ്രിയദാസനു ദുർഗവ മന്ത്രം ഓം നമ ശിവായ. ജീവന ശിവനായി മാറ്റും മന്ത്രം ഓം നമ ശിവായ. നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ. നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ. മഹത്താമന്ത്രം ഓം നമ ശിവായ. പ്രണതരെ രക്ഷിച്ചിടും മന്ത്രം ഓം നമ ശിവായ. കർമ്മക്കെട്ടുമുറിക്കും മന്ത്രം ഓം നമ ശിവായ. ശർമ്മം പൂക്കും വൈദിക മന്ത്രം ഓം നമ ശിവായ. മൃത്യുഭയത്തെ അകറ്റും മന്ത്രം ഓം നമ ശിവായ. അത്യുത്സാഹം പകരും മന്ത്രം ഓം നമ ശിവായ. തുടികൊട്ടും മന്ത്രം ഓം നമ ശിവായ. നിത്യവിമോദിയിലേന്തും മന്ത്രം ഓം നമ ശിവായ. നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ. നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ. ജീവിത ദുഃഖം നീക്കും മന്ത്രം ഓം നമ ശിവായ. ശിവലിംഗത്തിനു ഹർഷദ മന്ത്രം ഓം
നമ ശിവായ. നാൻമുഖനെപ്പോഴും ഓർക്കും മന്ത്രം ഓം നമ ശിവായ. ആത്മവിചാരമുണർത്തും മന്ത്രം ഓം നമ ശിവായ. മർത്യനയൊരു മന്ത്രം ഓം നമ ശിവായ. മുക്തിയിലേക്കു നയിക്കും മന്ത്രം ഓം നമ ശിവായ. അഭ്യുദക്കനികായ്ക്കും മന്ത്രം ഓം നമ ശിവായ. അഷ്ടൈശ്വര്യപ്രദമ മന്ത്രം ഓം നമ ശിവായ. വാക്കിന് ശുദ്ധിയമയ്ക്കും മന്ത്രം ഓം നമ ശിവായ. വാക്കിന് സിദ്ധി വരുത്തും മന്ത്രം ഓം നമ ശിവായ. അറിവിൻ കതിരുകൾ വീശും മന്ത്രം ഓം നമ ശിവായ. പുറകുകുളത്തിന് നികത്തും മന്ത്രം ഓം നമ ശിവായ. നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ. നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ. ആനന്ദത്തിൻ്റെ മന്ത്രം ഓം നമ ശിവായ. ആയുർനാശം തടയും മന്ത്രം ഓം നമ ശിവായ. ശോകമരത്തിനു മഴുവ മന്ത്രം ഓം നമ ശിവായ. നാഗം മണ്ണിനു തന്നൊരു മന്ത്രം ഓം നമ ശിവായ. വിശ്വാചാര്യനു മോദിയ മന്ത്രം ഓം നമ ശിവായ. വിജയന് വിജയം നൽകിയ മന്ത്രം ഓം നമ ശിവായ. ശ്രേയോ മാർഗം കാട്ടും മന്ത്രം ഓം നമ ശിവായ. ശ്രേഷ്ഠതവിക്കും മംഗളമന്ത്രം ഓം നമ ശിവായ. നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ. സാധകരെന്നും ചൊല്ലും മന്ത്രം ഓം നമ ശിവായ. സംസാരമയ ഭേഷയ മന്ത്രം ഓം നമാനുഗ്രഹകാരണ മന്ത്രം ഓം നമ ശിവായ. മാനാദിന മനോഹര മന്ത്രം ഓം നമ ശിവായ. ജ്ഞാനോപാസകലിന മന്ത്രം ഓം നമ ശിവായ. വിദ്യാനന്ദ സുസേവിത മന്ത്രം ഓം നമ ശിവായ. വിത്താരോഗ്യവർദ്ധന മന്ത്രം ഓം നമ ശിവായ. ഗുരുഗണേശ സ്വസ്ഥിത മന്ത്രം ഓം നമ ശിവായ. വരുണ സുരേന്ദ്ര സമാധൃത മന്ത്രം ഓം നമ ശിവായ. സിന്ദൂരാരുണ ശാശ്വത മന്ത്രം ഓം നമ ശിവായ. സീമാവീര ശുഭങ്കര മന്ത്രം ഓം നമ ശിവായ. സംസാര കുനിബന്ധന മന്ത്രം ഓം നമ ശിവായ. സംഗീതാത്മക സുന്ദര മന്ത്രം ഓം നമ ശിവായ. ഗൗരവർണ്ണവതാരക മന്ത്രം ഓം നമ ശിവായ. പരമസുമംഗല മോക്ഷത മന്ത്രം ഓം നമ ശിവായ. ചൊല്ലുക പാവന മന്ത്രം ഓം നമ ശിവായ. ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. ശിവായ നമഃ ഓം നമ ശിവായ. ശിവായ നമഃ ഓം നമ ശിവായ. ശിവായ നമഃ ഓം നമ ശിവായ. ശിവായ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമ ശിവായ. ശിവായ നമഃ ഓം നമ ശിവായ. ശിവായ നമഃ ഓം നമ ശിവായ. ശിവായ നമഃ ഓം നമ ശിവായ. ശിവായ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമ ശിവായ. ശിവായ നമഃ ഓം നമ ശിവായ. ശിവായ നമഃ ഓം നമ ശിവായ. ശിവായ നമഃ ഓം നമ ശിവായ. ശിവായ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശിവം മഹനീയമാർന്ന മഹാമൃത്യുഞ്ജയ ഹോമം ഭഗവത് സന്നിധിയിൽ സമർപ്പിതമായിരിക്കുകയാണ്. ധന്യമായ
കർപ്പൂര ദീപാരാധന സമർപ്പിക്കുകയാണ്. തുടർന്ന് നമ്മുടെ യഹോദാവിൻ്റെ പൂജയ്ക്ക് ശേഷം എല്ലാ സജ്ജനങ്ങളും വരിയായി വന്നും പതിവ് പോലെ പ്രസാദം സ്വീകരിക്കണം. രസീത് വഴിപാടാക്കിയ എല്ലാ സജ്ജനങ്ങൾക്കും മടങ്ങുമ്പോൾ ക്ഷേത്ര ഭരണസമിതി കാര്യാലയത്തിൽ നിന്നും വീണ്ടും പ്രസാദം ലഭ്യമാകും. ഹോമത്തിൻ്റെ പ്രസാദം ഇപ്പോൾ എല്ലാ ഭക്തജനങ്ങളും യഹോദാവിൽ നിന്ന് വരിയായി വന്ന് സ്വീകരിച്ച് വളരെ വേഗം തന്നെ പ്രസാദം സ്വീകരിച്ച യഥാസ്ഥാനങ്ങളിലേക്ക് ഉപവിഷ്ടരാകണം. അല്പസമയത്തിന് തന്നെ ഭഗവത് സന്നിധിയിൽ കുചേലോപാഖ്യാന കഥാഭാഗവും പാരായണം ചെയ്തു തുടങ്ങുന്നതാണ്. അതിലേക്ക് പ്രസാദം വാങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ എഴുന്നേൽക്കുന്ന അമ്മമാർ ഈ മധ്യഭാഗത്ത് നമ്മുടെ തൂണിനും ഈ സൈഡിലിരിക്കുന്ന അമ്മമാർ അതുപോലെ ഇരിക്കും. ഇവിടെ തൂണിനപ്പുറത്തുള്ള മുഴുവൻ കസേരയും ഫ്രണ്ടിലോട്ടും വശങ്ങളിലോട്ടും പുറകിലോട്ടും മാറ്റിയിടണമെന്ന് അറിയിക്കുക. വരിയായി വന്ന് പ്രസാദം സ്വീകരിച്ചു കൊള്ളുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ. സ്ത്രീവിദ്യ ഗൃഹലോകാജ്ഞവല്ലം